ദാവീദ് പെപ്പയുടെ ഒരു ഇടിപ്പടം. അതായത് ഇത് ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? അതൊക്കെ തന്നെ. അതായത് ഒരു ഭയങ്കര ഇടികാരൻ ഇങ്ങനെ ഇതിലേക്ക് പോവുക, ബോക്സിങ് ആ സംഭവത്തിലേക്കൊക്കെ പോവുക, ആ ഒരു ടൈപ്പൊക്കെ തന്നെ. അതായത് നമുക്ക് ഇത് എനിക്ക് കാണുമ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായി. സംഭവം കാണുമ്പോൾ നല്ല രസവും. പെപ്പയുടെ ആ ഒരു ബ്ലാക്ക് ഷർട്ടിലുള്ള ഫൈറ്റൊക്കെ ഉണ്ട്, അത് നല്ല രസമാണ് ചെയ്യുന്നുട്ടോ. അതൊക്കെ പുള്ളി മെലിഞ്ഞിരിക്കുന്ന ബെറ്റർ എന്ന് പറഞ്ഞു. അതായത് മെലിഞ്ഞ ഒരു ഇതിൽ നിൽക്കുന്നത്. കാരണം ആ ഇടിക്കുമ്പോൾ ഒരു പവറിൻ്റെ പുള്ളിയുടെ ഇടി അല്ലെങ്കിൽ തന്നെ ഒരു പവർ തോന്നിക്കും. അതിൻ്റെ ഒപ്പം പുള്ളി ഇത് ഇങ്ങനെ ആയിപ്പോൾ ഒരു പ്രത്യേക രസമുണ്ട്. ആ കണ്ണാടൊക്കെ വെച്ച് പുള്ളി നല്ല രസമായിട്ട് തന്നെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. പിന്നെ അല്ല, സ്റ്റോറി, ഫാമിലി, സോങ്, അതുപോലെ തന്നെ അവസാനമുള്ള അവസ്ഥ, ഇതൊക്കെ നമുക്കറിയാം. ആ ഒരു ഫൈറ്റ് സീൻ അങ്ങനെ ഒരു നോർമൽ കാണാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു പടം. അല്ലാണ്ട് ഭയങ്കര വലിയ സംഭവം അങ്ങനെ എനിക്കായിട്ട് തോന്നിയില്ല. പെപ്പയുടെ ഫൈറ്റിങ് അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇവരുടെ ചെറുപ്പകാലത്തുള്ള സംഭവം കാണിക്കണം, അതൊക്കെ അങ്ങനെയൊക്കെ നല്ല ഒരു കുഴപ്പമില്ലാത്തൊരു പടം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എടുത്ത് പറയാനായിട്ടുള്ള സാധനമായിട്ട് എനിക്ക് തോന്നിയൊന്നുമില്ല. എനിക്ക് തിയേറ്ററിൽ പോയിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ കണ്ട സിനിമ അത് കണ്ട് കഴിഞ്ഞിട്ട് ഇത് ഇന്ന് ഇറങ്ങിയെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇത് ഞാൻ ഇന്നല്ലെന്ന് വിചാരിച്ചു, പൈങ്കിളി കാണാമെന്ന് വെച്ചു. പിന്നെ പെപ്പയെ കാരണം ഇത് പോയി കാണാമെന്ന് വെച്ച് പോയി കണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു എനിക്ക് അന്ന് പെപ്പയുടെ 2-3 തവണ ഈ അടുത്തിറങ്ങിയ ഒരു പടമുണ്ടല്ലേ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ബെറ്ററാണ്. ഇത് മോശമെന്നല്ല കേട്ടോ. ഇത് നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്കറിയാം, നമുക്ക് ട്രെയിലർ കണ്ടവർക്ക് തന്നെ അറിയാം. പിന്നെ പുള്ളിയുടെ ഒരു ഫൈറ്റും സംഭവം കാണാൻ ഒരു താല്പര്യമുള്ളവർക്ക്, ഇങ്ങനത്തെ പടം കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും പോയി കാണും. അത്രയാണ്. ഇത് അവസാനിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇതൊക്കെ നമുക്ക് നേരത്തെ മുൻഗണന കൂടി നമുക്ക് അറിയാൻ പറ്റും. അതൊക്കെ തന്നെ ചിലവർക്ക് ചിലപ്പോൾ അറിയില്ല. എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അത് വിചാരിച്ച ആ സംഭവം ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ നടക്കും എന്നൊക്കെ തന്നെ അറിയാം. അതൊക്കെ തന്നെ നടന്നു. അങ്ങനത്തെ ഒരു സിനിമ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ടിക്കറ്റ് എടുത്ത് കാണാം. കാരണം ഒരിക്കലും മോശമല്ലെന്ന് ഞാൻ പറയില്ല. കാരണം ഇങ്ങനത്തെ സിനിമകൾ ചിലപ്പോൾ മലയാള സിനിമകളുണ്ട് ഇങ്ങനെ കുറേ ഇറങ്ങുന്നത്. ചിലപ്പോൾ ഫൈറ്റിലൊക്കെ ഭയങ്കര ക്രിഞ്ച് തോന്നിക്കുക. അങ്ങനത്തെ ഇതിനകത്ത് അങ്ങനെ ക്രിഞ്ചൊന്നുമില്ല. ചില ഇടിക്കണമെന്ന് വെച്ചാൽ പിന്നെ നായകൻ വീഴാ കരയുക, അല്ലെങ്കിൽ നായകൻ വീണ് തോക്കുക, അവസാനം എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റ്, അതായത് ഇത് ഇങ്ങനെയല്ല, ഇവിടെ ചെറിയ അബദ്ധം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല. നേരായിട്ട് കാണാം. ഫസ്റ്റിനകത്തൊക്കെ പുള്ളി ഇത് കയറണ മുമ്പുള്ള ഒരു ഫൈറ്റ് സംഭവമൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസമാണ്. പുള്ളി കയറണ ടൈമുള്ള ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസം തന്നെയായിരുന്നു. അത്യാവശ്യം ഒരു നല്ല പടം ശരിക്കും പറഞ്ഞു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. ബൈ.